നമസ്കാരം. ഇന്നത്തെ വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 3 വെള്ളി 2025 വാർത്തകളിലേക്ക്. സ്കൂൾ മേളകളിൽ വിദ്യാർത്ഥികളെ ഇറക്കി പ്രതിഷേധിക്കുന്ന സ്കൂളുകളെ മത്സരങ്ങളിൽ നിന്ന് വിലക്കാൻ സർക്കാർ നീക്കം. കുട്ടികൾക്ക് പിന്തുണ കൊടുക്കുന്ന അധ്യാപകർക്കെതിരെയും നടപടി ഉണ്ടാകും. അടുത്ത വർഷം മുതൽ സംഘടിപ്പിക്കുന്ന കലാ കായിക മേളകൾ മുതൽ പ്രതിഷേധക്കാർക്ക് നേരെ നടപടിയെടുക്കാനാണ് ആലോചന. അതേസമയം എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പരസ്യ പ്രതിഷേധവുമായി എത്തിയ സംഭവത്തിൽ മലപ്പുറം, തിരുനാവായ, നാവാമുകുന്ദ, എറണാകുളം, കോതമംഗലം, മാർബേസിൽ എന്നീ സ്കൂളുകളെ അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്ന് വിലക്കാനും സർക്കാർ തീരുമാനിച്ചു. ചുമതലയേറ്റ ആദ്യം ദിനം തന്നെ സർക്കാരിന്റെ നീക്കം തടുത്ത് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ വലയത്തിലെ വിശ്വസ്തരായിരുന്ന ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പുതിയ ആളുകളെ വെച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത്. ഇതിനായി DGPയുടെ ചുമതലയുള്ള ADGP എബ്രാഹിമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി. ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് ഗവർണറോട് പരാതി പറഞ്ഞതെന്നാണ് വിവരം. ഇതോടെ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവർ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കമാണ് നടപ്പാകാതെ പോയതെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിന് മാനദണ്ഡം കൊണ്ടുവരണമെന്ന ഹർജിയിൽ സംസ്ഥാനത്തിനും PSCക്കും മറുപടി നൽകാൻ 6 ആഴ്ച സമയം നൽകി സുപ്രീം കോടതി. നേരത്തെ കേസിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ അടക്കം എതിർകക്ഷികളുടെ മറുപടി ലഭിച്ച ശേഷം സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കും. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച കോടികളുടെ അഴിമതി ആരോപണത്തിൽ മറുപടിയുമായി ധനമന്ത്രി KN ബാലഗോപാൽ. നിയമം പാലിച്ചാണ് 2018 നിക്ഷേപം നടത്തിയതെന്നും ലാഭവും നഷ്ടവും ബിസിനസ്സിൽ വരുമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നും എന്നാൽ വെന്റിലേറ്ററിൽ തുടരണമെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. ശ്വാസകോശത്തിന് പുറത്ത് നീർക്കെട്ടുള്ളതിനാൽ ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നും നിരീക്ഷണം തുടരേണ്ടതെന്നും മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കി. ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനായി ചേർന്ന സംയുക്ത മെഡിക്കൽ ബോർഡ് യോഗത്തിനു ശേഷമാണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. ഉമാ തോമസ് MLA ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷന്റെ MD നികോഷ് കുമാർ അറസ്റ്റിൽ. 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് നികോഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നികോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാവിലെ കീഴടങ്ങുകയായിരുന്നു. തുടർന്നാണ് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. പരിപാടിയുടെ വേദി അശാസ്ത്രീയമായി ഉണ്ടാക്കി അപകടം ഉണ്ടാക്കിയതിനാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സാമ്പത്തിക വഞ്ചന കുറ്റത്തിൽ ഉൾപ്പെടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തുക. കേസിൽ മറ്റൊരു പ്രതിയായ ഓസ്കർ ഈവൻ ഉടമ ജനീഷ് കുമാർ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്നലെ ഹാജരായിരുന്നില്ല. ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കുന്ന സംബന്ധിച്ച് NS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നത് മന്നത്ത് പോക്കാന്റെ അഭിപ്രായമല്ലെന്ന് സ്വാമി സച്ചിദാനന്ദ. ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് മന്നം പറഞ്ഞിട്ടില്ലെന്നും അപ്പോൾ സുകുമാരൻ നായർ പറയുന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കൾ പറഞ്ഞ വാക്കുകൾ അല്ലെന്നും ഗുരുവിന്റെ അനുയായി എന്ന നിലയിൽ അഭിപ്രായം പറയാൻ തനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. കൊല്ലം പപ്പടക്കരയിൽ അമ്മ പുഷ്പലതയും മുത്തച്ഛൻ ആന്റണിയും തലക്കടിച്ച് കൊലപ്പെടുത്തിയ പ്രതി അഖിലിനെ നാട്ടിലെത്തിച്ചു. ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ശ്രീനഗറിൽ നിന്ന് കുണ്ട്ര CI V അനിൽകുമാർ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അഖിലിന് കുറ്റബോധത്തിന്റെ കണി പോലും ഇല്ലെന്ന് പോലീസിനും മാധ്യമങ്ങൾക്കും മുന്നിൽ ഇയാൾ അശ്ലീല ശ്രേഷ്ഠ കാണിച്ചുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ദില്ലിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ BJPയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ തനിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയെന്ന് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. ശോഭാ സുരേന്ദ്രനെ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന സൂചനകൾക്കിടെയാണ് ഷായുമായുള്ള നിർണായക കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ജനുവരി 4 മുതൽ 8 വരെ കാലയളവിൽ കിഴക്കേക്കോട്ടയിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. കിഴക്കേക്കുട്ട മുതൽ ഗണപതി ക്ഷേത്രം വരെ റോഡിന്റെ ഇരുവശങ്ങളിലും KSRTCയുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന്റെ 20 മാസത്തോളം നീണ്ട വിചാരണകൾക്കും ഒടുവിൽ പെരിയ ഇരട്ടക്കൊലക്കേസിലെ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ 14 പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കും. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് വിധി പറയുന്നത്. കേസിലെ 10 പ്രതികൾക്കെതിരെ വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. പത്രാധിപർ S ജയചന്ദ്രൻ നായർ അന്തരിച്ചു. ബാംഗ്ലൂരിൽ മകളുടെ വസതി ഇന്നലെ വൈകിട്ട് ആയിരുന്നു അന്ത്യം. 85 വയസ്സായിരുന്നു. മലയാളത്തിൽ വാർത്താവാരികൾക്ക് സവിശേഷമായ വ്യക്തിത്വം സമ്മാനിച്ച പത്രാധിപരാണ് ജയചന്ദ്രൻ നായർ. എഴുത്തുകാരൻ, നിരൂപകൻ എന്നിങ്ങനെ
മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ദീർഘകാലം കലാകൗമുദി, സമകാലിക മലയാളം വാരികളുടെ പത്രാധിപത്യവും വഹിച്ചു. സംസ്ഥാനത്തെ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കൊണ്ടുവന്ന മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി കെ-ഫോൺ സംഘടിപ്പിക്കുന്ന ഗ്രാമീണ ഇന്റർനെറ്റ് ഫോട്ടോഗ്രാഫി മത്സരം ജനുവരി 10 വരെ നീട്ടി. മത്സരത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് പരിഗണിച്ചാണ് മത്സരം നീട്ടിയെന്നും മത്സരത്തിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാമെന്നും കെ-ഫോൺ അറിയിച്ചു. RSSും ഡോക്ടർ BR അംബേദ്കറും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നുവെന്ന് രാഷ്ട്രീയ സ്വയംസേവാ സംഘം മാധ്യമ വിഭാഗമായ വിശ്വസംവാദ് കേന്ദ്ര. അംബേദ്കർ 1940 മഹാരാഷ്ട്രയിലെ സത്താരയിൽ RSS ശാഖ സന്ദർശിച്ചിരുന്നെന്നും വിശ്വസംവാദ് കേന്ദ്ര അവകാശപ്പെടുന്നുമുണ്ട്. ആഭ്യന്തര റൂട്ടിൽ ഇൻഫ്ലൈറ്റ് വൈഫൈ കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുന്ന രാജ്യത്തെ ആദ്യ വിമാന കമ്പനിയായി എയർ ഇന്ത്യ. ഇനി മുതൽ തിരഞ്ഞെടുത്ത എയർ ഇന്ത്യ വിമാനങ്ങളിൽ യാത്രക്കാർക്ക് അവരുടെ യാത്രക്കിടയിൽ സൗജന്യ ഇന്റർനെറ്റ് ആസ്വദിക്കാം. എയർബസ് A350, ബോയിങ് 787-9, എയർബസ് A321 നിയോ വിമാനങ്ങളിലെ യാത്രക്കാർക്കാണ് സൗജന്യ ഇന്റർനെറ്റ് ആക്സസ് തുടക്കത്തിൽ ആസ്വദിക്കാനാവുക. നിഖിൽ കുമാരസ്വാമി JDS കർണാടക അധ്യക്ഷനാവുമെന്ന് റിപ്പോർട്ടുകൾ. ബസ് നിരക്ക് 15% വർദ്ധിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചതായി നിയമ പാർലമെന്റുകാര്യ മന്ത്രി HK പട്ടേലിനെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തു. ഭാര്യയുമായുള്ള വഴക്കിന് പിന്നാലെ ആൾമറയില്ലാതെ കിണറ്റിലേക്ക് മോട്ടോർ സൈക്കിളിൽ ഓടിച്ചിറക്കിയ യുവാവിനെ രക്ഷിക്കാനിറങ്ങിയ 4 പേരും മരിച്ചു. ജാർഖണ്ഡിലെ ഹസാരിബാഗിലെ ചാർഹിയിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. രാജ്യദ്രോഹ കുറ്റത്തിന് ബംഗ്ലാദേശ് അറസ്റ്റിലായ ആത്മീയ നേതാവ് ചിന്മയ് കൃഷ്ണദാസിന്റെ ജാമ്യ ഹർജി ചിറ്റഗോങ് കോടതി തള്ളി. കൃഷ്ണദാസിന്റെ നടപടി രാജ്യദ്രോഹപരമാണെന്ന് ചിറ്റഗോങ് മെട്രോപൊളിറ്റൻ സെഷൻ ജഡ്ജി സൈഫുൽ ഇസ്ലാം നിരീക്ഷിച്ചു. 42 ദിവസമായി ജയിലിൽ കഴിയുന്ന ചിന്മയ് കൃഷ്ണദാസിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന വാദവും കോടതി അംഗീകരിച്ചില്ല. ശ്വാസകോശത്തെ ബാധിക്കുന്ന അണുബാധയായ ഹ്യൂമൻ ന്യൂമോ വൈറസ് അഥവാ HMPV ചൈനയിൽ അതിവേഗം പടർന്നതായി റിപ്പോർട്ടുകൾ. ആശുപത്രിയിൽ രോഗികൾ നിറയുന്നുവെന്നും ചൈനയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നു പോലും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പറയുന്നു. എന്നാൽ ഇതൊന്നും ചൈനയോ ലോകാരോഗ്യ സംഘടനയോ സ്ഥിരീകരിച്ചിട്ടില്ല. യൂറോപ്യൻ രാജ്യമായ സ്വിറ്റ്സർലൻഡിൽ ബുർഖയുൾപ്പെടെ മുഖാവരണങ്ങൾ നിരോധിച്ചു. നിയമം ലംഘിക്കുന്നവർക്ക് 1,90,000 രൂപ പിഴ നൽകേണ്ടി വരും. ബുർഖ ബാൻ എന്ന പേരിലാണ് നിയമം നടപ്പിലാക്കിയത്. തയ്വാന് ആയുധം വിറ്റതിന് ഒരാഴ്ചയ്ക്കുള്ളിൽ 10 US കമ്പനികൾക്കെതിരെ ചൈന ഉപരോധം പ്രഖ്യാപിച്ചു. അമേരിക്കയിലെ ന്യൂ ഓർലിൻസിൽ പുതുവത്സരാഘോഷത്തിനിടെ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് ഭീരുത്വമെന്ന് വിശേഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതുവത്സരാഘോഷം നടത്തുകയായിരുന്ന ആളുകൾക്കിടയിലേക്ക് ട്രക്ക് ഇടിച്ച് കയറ്റിക്കൊണ്ട ആക്രമണത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിമത നീക്കത്തെ തുടർന്ന് ഭരണം നഷ്ടപ്പെട്ട് റഷ്യയിൽ അഭയം നേടിയ സിറിയൻ മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്താൻ ശ്രമം നടന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഞായറാഴ്ച അസദിന് ശാരീരിക അസ്വസ്ഥത ഉണ്ടായെന്നും കടുത്ത ചുമയും ശ്വാസമുട്ടലിനെ തുടർന്ന് അദ്ദേഹം ചികിത്സ തേടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ സഞ്ചരിച്ച 2 ബോട്ടുകൾ മുങ്ങി. ടുണീഷ്യയിൽ 27 പേർ മരിച്ചു, 87 പേരെ രക്ഷപ്പെടുത്തി. മെഡിറ്ററേനിയൻ കടൽ കടക്കുമ്പോൾ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം. യൂറോപ്പിൽ മെച്ചപ്പെട്ട ജീവൻ തേടി അനധികൃതമായ ബോട്ടുകൾ പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് ഇത്തവണ 4 താരങ്ങൾ അർഹരായി. ഒളിമ്പിക്സ് മെഡൽ നേതാവ് മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D. ഗുകേഷ്, പുരുഷ ഹോക്കി ടീം നായകൻ ഹർമീൻപ്രീത് സിംഗ്, പാരാലിമ്പിക് സ്വർണ്ണ മെഡൽ നേതാവ് പ്രവീൺ കുമാർ എന്നിവർക്കെതിരാണ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.